പോറ്റിയെ പാരഡി ഗാനത്തിനെതിരായ പരാതിയിൽ തിരുവാഭരണ പാത സംരക്ഷണ സമിതിക്ക് ബന്ധമില്ലെന്ന് സമിതി ചെയർമാൻ കെ ഹരിദാസ്. പരാതി നൽകിയ പ്രസാദ് കുഴിക്കാല സംഘടന വിട്ടുപോയ ആളാണ്. പരാതിക്ക് പിന്നിൽ ഗൂഢലക്ഷ്യമെന്നും ചിലരെ രക്ഷിക്കാനുള്ള ശ്രമമെന്നും ഹരിദാസ് ആരോപിച്ചു. അതേസമയം പാട്ടിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്ന് CPM വ്യക്തമാക്കി. പോറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയ എന്ന ഗാനത്തിനെതിരെ DGPക്ക് നൽകിയ പരാതി തള്ളിയിരിക്കുകയാണ് തിരുവാഭരണപാത സംരക്ഷണ സമിതി ചെയർമാൻ. പരാതി നൽകിയ പ്രസാദ് കുഴിക്കാല സംഘടന വിട്ടുപോയ ആളാണെന്നും പരാതിക്ക് പിന്നിൽ ഗൂഢലക്ഷ്യമുണ്ടെന്നും സമിതി ചെയർമാൻ കെ ഹരിദാസ് പറഞ്ഞു. സ്വർണ്ണക്കൊള്ളക്കെതിരെ പരാതി നൽകാതെ അനാവശ്യ പരാതി നൽകി ചിലരെ രക്ഷിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. തിരുവാഭരണപാത സംരക്ഷണ സമിതി രജിസ്റ്റേർഡ് സംഘടനയല്ലെന്നും ഒരു കൂട്ടായ്മ മാത്രമാണെന്നും ഹരിദാസ് കൂട്ടിച്ചേർത്തു. ശബരിമല അയ്യപ്പൻ്റെ തിരുവാഭരണം കടന്നുപോകുന്ന പാത സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സംഘടനയാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ചിലക്കാൻ തെറ്റിപ്പിരിഞ്ഞ് വേറെ സംഘടനയൊക്കെ രൂപീകരിച്ചിട്ടുണ്ട്. അതെന്തും ആയിക്കോട്ടെ, അത് അവരുടെ സ്വാതന്ത്ര്യം. പക്ഷേ ഇത്തരത്തിലൊരു പ്രസ്താവന ഇറക്കുക, അല്ലെങ്കിൽ ഇത്തരത്തിൽ പോലീസ് മേധാവിക്ക് പരാതി കൊടുത്തു എന്ന് പറഞ്ഞിട്ട് പത്രസമ്മേളനം നടത്തുക എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എന്താണ് അതിൻ്റെ ഇൻറ്റൻഷൻ? ആചാരത്തെ സംരക്ഷിക്കാനാണോ? വിശ്വാസത്തെ സംരക്ഷിക്കാനാണോ? ക്ഷേത്രത്തെ സംരക്ഷിക്കാനാണോ? ആണെങ്കിൽ ഇതിനു മുമ്പ് നടന്ന സംഭവത്തെയൊക്കെ അപലപിക്കണ്ടേ? 2 ദിവസം കൂടി മുൻ പ്രസിഡന്റുമാർ ജയിലിൽ കിടക്കുക, തിരുവാഭരണം കമ്മീഷണർ ജയിലിൽ കിടക്കുക, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ജയിലിൽ കിടക്കുക. അപ്പോൾ അതിനെ ഒന്നും അപലപിക്കാതെ, അതിലൊന്നും ഒരു പ്രതിഷേധം പോലും രേഖപ്പെടുത്താതെ പോറ്റിയെ മാറ്റിയോ, പോറ്റിയെ സ്വർണ്ണം ചെമ്പാക്കി മാറ്റിയ, സ്വർണ്ണപ്പാളി മാറ്റിയ, ശാസ്താവിന്ദനം ഊറ്റിയെ, ഇങ്ങനെയൊക്കെ പറഞ്ഞുള്ള ഒരു പാരടിപ്പാട്ടാണ്. എന്തുമായിട്ട് അത് കേരളം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ടു. അപ്പോൾ അതാണോ അപരാധം? അത് സ്വർണം മോഷ്ടിച്ചതാണോ അപരാധം? അതേസമയം പാരഡി വേണ്ടെന്നല്ല, പാട്ടിലെ അയ്യപ്പൻ പരാമർശം ഒഴിവാക്കണമെന്നാണ് ആവശ്യപ്പെട്ടതെന്നും പരാതിയിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും DGPക്ക് പരാതി നൽകിയ പ്രസാദ് കുഴിക്കാല അറിയിച്ചു. പാരഡി ഗാനത്തിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്ന് CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കി. പാരഡി ഉപയോഗിച്ചത് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണെന്നാണ് ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാമിന്റെ വാദം. നാളെ ചേരുന്ന പത്തനംതിട്ട ജില്ലാ നേതൃയോഗത്തിൽ ചർച്ച ചെയ്ത ശേഷമാകും പരാതി നൽകുക. ജനം, പത്തനംതിട്ട.